ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ വിളിച്ചിരിക്കുന്ന ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റാണ്. സോ അപ്പം വിളിച്ചിരിക്കുന്ന ഡിസിപ്ലിൻ അതൊക്കെയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ അതിന് ഇത്രയും 34 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷന് 2 വേക്കൻസി, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 18 വേക്കൻസി, മെക്കാനിക്കൽ 16 വേക്കൻസി, ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ 5 വേക്കൻസി, സിവിൽ 3 വേക്കൻസി, കെമിക്കൽ 2 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 80 വേക്കൻസിയാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. സോ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് പഠിച്ചിരിക്കണം, അതോടൊപ്പം തന്നെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണമെന്നും പറയും. ബിടെക് ഇൻ 60% മാർക്ക് ഓർ ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കുക. സാലറി കിട്ടുന്നത് 40,000 മുതൽ 1,40,000 വരെയാണ് സാലറി കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 27 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. എൻ്റെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 30/4/2025 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഫൈനൽ ഇയർ പഠിക്കുന്ന, അതുപോലെ ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്ന സ്റ്റുഡൻസിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സോ അതിൻ്റെ സാലറി പറയുന്നത് 40,000 മുതൽ 1,40,000, ബാക്കിയുള്ള അലവൻസുകളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. സോ അതിൻ്റെ ഏജ് റിലാക്സേഷൻ നോക്കുകയാണെങ്കിൽ SC/ST കാൻഡിഡേറ്റിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ, OBC കാൻഡിഡേറ്റ് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ, 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ PWD കാൻഡിഡേറ്റിനും ഉണ്ട്. ഇനി എക്സാം എങ്ങനെയാണ് സെലക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു CBT ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യും, പിന്നീട് നിങ്ങൾക്കൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ CBT ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന സിറ്റീസ് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ, ന്യൂഡൽഹി, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് CBT ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, അതായത് OMR ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 120 മിനിറ്റാണ് ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത്. 100 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അതിൽ ഓരോ റൈറ്റ് ആൻസറിന് 1 മാർക്ക് വെച്ചായിരിക്കും നിങ്ങൾക്ക് ആവുന്നത്. അതോടൊപ്പം തന്നെ 0.25 മാർക്ക് ആയിരിക്കും നെഗറ്റീവ് മാർക്കായിട്ട് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് ഓർത്തിരിക്കുക. അതിൽ സെലക്ട് ആവുന്ന ക്യാൻഡിഡേറ്റിന് പേഴ്സണൽ ഇൻ്റർവ്യൂവിന് അവർ കണ്ടക്ട് ചെയ്യും. പേഴ്സണൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ക്യാൻഡിഡേറ്റിന് ഹൈദരാബാദിൽ വെച്ചായിരിക്കും പേഴ്സണൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ആ പേഴ്സണൽ ഇൻ്റർവ്യൂ നടക്കുന്ന ടൈമിൽ തന്നെ ആയിരിക്കും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ആ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്നത് പേഴ്സണൽ ഇൻ്റർവ്യൂവിന് പോകുന്ന ടൈമിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഇതെല്ലാം വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. ഇനി ഇതിന് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ജനറൽ OBC കാൻഡിഡേറ്റിന് 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. SC/ST PWD, അതുപോലെ തന്നെ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവർ, ECL വർക്ക് ചെയ്യുന്ന റെഗുലർ എംപ്ലോയീസ്, അവർക്കൊക്കെ ആണെങ്കിൽ എക്സാം ഫീസ് ഇല്ലെന്ന് ഓർത്തിരിക്കുക. ബാക്കിയുള്ള ക്യാൻഡിഡേറ്റിന് 1000 രൂപയാണ് എക്സാം ഫീസ് എന്ന് ഓർത്തിരിക്കാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ വെബ്സൈറ്റ് www.ccil.co.in എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുക. അത് കരിയർ എടുത്ത് കറണ്ട് ജോബ് ഓപ്പണിങ്സിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കി വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 16/5/2025, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 5/6/2025 സോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല അപ്ലൈ ചെയ്ത്. വിളിച്ചിരിക്കുന്ന ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലെ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പം പെർമനൻറ്റ് ജോലിയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല അപ്ലൈ ചെയ്ത് ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.